89.6 FM Sargakshetra. Open mic. ഉച്ച സമയമാണ്, മൺഡേ ആണ്, ഓപ്പൺ മൈക്ക് ആണ് നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഓപ്പൺ മൈക്കിൽ പല സ്ഥലങ്ങളിൽ പോയി പല ഗസ്റ്റൻസ് ചോദിക്കാറുണ്ട്, ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അങ്ങനെ രസകരമായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദിവസം നമ്മൾ കേൾക്കാണ്ടിരിക്കുകയായിരുന്നു, ശനിയും ഞായറും. അതിനുശേഷം മൺഡേ ഞാൻ ഓടി എത്തിയിരിക്കുകയാണ് കൃത്യസമയത്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അപ്പൊ ഇന്ന് എങ്ങോട്ടാണ്, ഇന്ന് എന്താണ് ചോദ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ജൂലൈ 1 ആണ്, ഈ മാസത്തിന്റെ തുടക്കമാണ്. ആദ്യം തന്നെ നല്ലൊരു മാസം നിങ്ങൾക്ക് നേരുകയാണ്, അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ, നല്ല ഹെൽത്തി ആയിട്ടൊരു കിടുക്കം മാസമാകട്ടെ ഈ ജൂലൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഇന്ന് ഇന്റർനാഷണൽ ജോക്ക് ഡേ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. ഇന്റർനാഷണൽ ജോക്ക് ഡേ ആണ് ഇന്ന് എന്നെല്ലാവർക്കും അറിയാം. തമാശകൾ ഒരുപാട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഓർത്തോളൂ, സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കറക്റ്റ് ഉള്ളത് 4 മണിക്കാറ്റിലുള്ള P&N സെറാമിക്സിലാണ്. ഇവിടെയാണ് ഇന്ന് നമ്മൾ ഓപ്പൺ മൈക്ക് ആയിട്ട് എത്തിയിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിട്ട് പെട്ടെന്ന് വരാം. ഓപ്പൺ മൈക്ക് ആണ് സർഗക്ഷേത്ര 89.6 FM കൂടെ RJ ബിൻസി ഉണ്ട്. 89.6 FM Sargakshetra. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കൂടെ RJ ബിൻസി ഉണ്ട്. നമ്മളിങ്ങനെ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്താണ്. P&N സെറാമിക്സിന്റെ ന്യൂലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഷോറൂമിലാണ്. ആൻഡ് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ജാഗ്വറിന്റെ സ്റ്റേറ്റ് ഹെഡ് ആയിട്ടുള്ള രൂപേഷ് കോശി സാറാണ്. സാർ ഹലോ. ഹായ്, ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ ഓപ്പൺ മൈക്കിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ. ഓ താങ്ക് യു സോ മച്ച്. സാർ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള, നമ്മളെല്ലാവരും ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ജാഗ്വർ എന്ന് പറയുന്നത്. സോ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത്, സാർ ഞങ്ങൾക്ക് ഈ വീടൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ വീട് വെക്കാനിരിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകളോടുള്ള എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇന്ന് എല്ലാവരും ഒരു നോർമൽ ബാത്റൂം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു മോഡേൺ ബാത്റൂം കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു വാഷ് ഏരിയ, ഷവർ ഏരിയ, WC ഏരിയ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ച് വളരെ നീറ്റായിട്ട് ആണ് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്. ഒരു 15 years or 20 years ബാക്ക് മോസ്റ്റ് നെഗ്ലിജിബിൾ പാർട്ട് ഓഫ് എ ഹൗസ് വാസ് ബാത്റൂം. പക്ഷേ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വീടിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു മുറിയേക്കായി ഏറ്റവും സുന്ദരമായി ആളുകൾ കീപ്പ് ചെയ്യുന്നതാണ്. രാവിലെ ഏറ്റവും ആദ്യം അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ആദ്യം വന്നു കയറുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹൈജനിക് ആകേണ്ട വിധത്തിലുള്ള ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ജാഗ്വാർ കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റഡ് ബാത്ത് ബ്രാൻഡാണ് ജാഗ്വാർ എന്നുകൂടി പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. ഭയങ്കര പ്രൗഡാണ്. അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതെ, ഇന്ന് വീട് വെക്കുന്ന 199 പേരുടെയും മനസ്സിലേക്ക്, അഥവാ ബാത്റൂമിനെ പറ്റി ചിന്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ബ്രാൻഡാണ് ജാഗ്വാർ. അത് പറയുമ്പോൾ സാറേ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ അതുപോലെ തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂലി ഷോറൂമിലാണുള്ളത്. സോ സാറിന്റെ ഒരു ഹാപ്പിനെസ് എന്താണ്? ഞങ്ങൾ പാൻ സെറാമിക്സുമായിട്ട് അഥവാ പാൻ മാർക്കറ്റിങ്ങുമായിട്ട് ഒരു 6 വർഷത്തിൽ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി ഇതിപ്പോൾ നമ്മുടെ തിരുവഞ്ചൂരിൻ്റെ ഹൈവേയിൽ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഈ പുതിയ ബിൽഡിങ്ങിലേക്കാണ് നമ്മുടെ ഷോറൂം വന്നിരിക്കുന്നത്. അത് ഏറ്റവും അത്യാധുനികമായ എല്ലാ ഡിസൈൻസും കളക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോറൂമാണ്. എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെ വന്ന് കണ്ട് ഐറ്റങ്ങൾ സെലക്ട് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. അത് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആസ് എ കമ്പനി അഭിമാനിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം ഇവിടെ നമ്മൾ നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് പണ്ട് പ്ലംബർ മാത്രം വന്ന് സെലക്ട് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ബാത്റൂം പ്രൊഡക്ട്സ് എങ്കിൽ, ഇന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് അവരുടെ ഡിസൈൻ അഭിരുചിക്ക് അനുസരിച്ച് അവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സും ഫാമിലി ആയിട്ട് തന്നെ വന്ന് അവരുടെ ഡിസൈൻ അഭിരുചിക്ക് അനുസൃതമായ പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതെ. എന്തായാലും ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് ഇന്റർനാഷണൽ ജോക്ക് ഡേ ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സ്ഥിതിക്ക് സാറിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ലൊരു ജോക്ക്, നല്ലൊരു മെമ്മറി എന്താണെന്ന് പറയാമോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ ഒരു ജോക്ക് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഈ വേളയിൽ
ജാഗ്വാറിന് ഇന്ന് വാട്ടർ ഹീറ്റേഴ്സും അവൈലബിൾ ആണ്. ബാത്റൂം സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ബാത്റൂമിലേക്ക് കൊടുക്കേണ്ട ചൂടുവെള്ളം കൊടുക്കേണ്ടത് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവിലാണ് ബാത്റൂം പ്രൊഡക്ട്സിൽ കൂടുതൽ നിൽക്കുന്ന ഈ കമ്പനി. വാട്ടർ ഹീറ്ററിൽ ഒരു ഇലക്ട്രിക് പ്രോഡക്റ്റ് ആയിട്ട് പോലും വാട്ടർ ഹീറ്ററിലേക്ക് നമ്മൾ വരികയും സാനിറ്ററി ചാനലിലൂടെ തന്നെ നമ്മൾ വാട്ടർ ഹീറ്റർ സെല് ചെയ്യുകയും ചെയ്യുന്നത്. ഞങ്ങൾ ലേറ്റസ്റ്റ് ഒരു വാട്ടർ ഹീറ്റർ മോഡൽ എന്ന് പറയുന്നത് കറക്റ്റ് AC-യുടെ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. വാട്ടർ ഹീറ്റർ പലപ്പോഴും കൺസീൽഡ് ആയിട്ടും എക്സ്പോസ്ഡ് ആയിട്ടും വെക്കാറുണ്ട്. അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ട് വെക്കുന്ന മോഡലിൽ കുറച്ച് ഒരു ആംബിയൻ ലുക്കിന് വേണ്ടിയിട്ട് AC-യുടെ കറക്റ്റ് മോഡലിൽ വെക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും സാനിറ്ററി വാങ്ങാനായിട്ട് വന്നിരുന്നിട്ട് ഈ AC-ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്കൊരു വലിയൊരു ചെറിയൊരു തമാശയായിട്ട് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഇത്രയും നല്ല മെമ്മറീസ് ഒക്കെ ഞങ്ങളോട് സാർ ഷെയർ ചെയ്ത് തന്നു. ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാനുണ്ട്. അത് രണ്ട് പാട്ടുകൾക്ക് ശേഷമാകാം. സർഗക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ RJ ബിൻസി ഉണ്ട്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് PN സെറാമിക്സിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പോണ ആള് ഭയങ്കര ആക്റ്റീവായിട്ട് യൂട്യൂബിലൊക്കെ ഉള്ള അല്ലെ ഒരുപാട് അല്ലേ ആൾക്കൊരു ഞെട്ടില്ല എന്നെ കുറിച്ച് തന്നെയാണോ? അത്രയ്ക്ക് വേണ്ടായിരുന്നു. ഫസ്റ്റ് അത് തന്നെ വേണ്ട എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ജോൺസൺ ടൈൽസിന്റെ സോണൽ ഹെഡ് ആണ് മാത്യു സണ്ണി സാർ. അതെ സാർ, വെൽക്കം ടു ഓപ്പൺ മൈക്ക്. താങ്ക് യു. ഓക്കെ, അപ്പൊ സാർ ഒരുപാട് എനിക്ക് തോന്നുന്നു 66 വർഷത്തിന് മേളിലായിട്ട് ഭയങ്കര വിശ്വസ്തയോടുകൂടി ആളുകൾ സ്വീകരിക്കുന്ന ഒരു ടൈല് തന്നെയാണ് നിങ്ങൾ. അതെ. സോ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ആദ്യം പറയാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ള ടൈലേറ്റ് ആദ്യം നിങ്ങൾ വിശ്വസിച്ച് തന്നെ വാങ്ങുക. അത് വിശ്വസ്തയായ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയ ഫേമിൽ നിന്ന്, അത് ഒരു ലെജസി ഉള്ള ഫേമിൽ നിന്ന് നിങ്ങൾ വാങ്ങുക. അത് ലെജസി ഉള്ള ബ്രാൻഡും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ ഒരു ക്വാളിറ്റിയും ഒരു വിശ്വാസവും ഉണ്ടാവും. കാരണം ഇപ്പൊ ഒരുപാട് കൗണ്ടേഴ്സ് ഇപ്പൊ പുതിയത് വരുന്നുണ്ട്. ആ പുതിയത് കൗണ്ടേഴ്സിൽ ഇപ്പൊ എന്താ ആൾക്കാർ നോക്കുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നവരെന്താ പുതിയ വരുന്ന ആദ്യം ഒന്ന് ടൈല് ചിലപ്പോൾ നിലത്തിട്ട് കാണിക്കും, അല്ലെങ്കിൽ അതൊരു കല്ലടിച്ച് പൊട്ടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏത് ടൈലിട്ട് കഴിഞ്ഞാലും നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടത്തില്ല. നിങ്ങളുടെ മൊബൈല് എത്ര പ്രാവശ്യം നിലത്ത് വീണിട്ടുണ്ട് മാഡത്തിന്റെ? എണ്ണമില്ല. എപ്പോഴും പൊട്ടാറുണ്ടോ സ്ക്രീൻ? ഇല്ല. എന്തുകൊണ്ട് പൊട്ടുന്നില്ല? അറിയില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എന്തെങ്കിലും മൊബൈൽ നിലത്ത് വീടാണെങ്കിൽ ഫ്ലാറ്റ് ആയുള്ള സബ്സ്റ്റൻസിൽ വീടാണെങ്കിൽ പൊട്ടത്തില്ല. അത് ഏതെങ്കിലും കോർണർ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വീഴുമ്പോൾ ടാർ റോഡിൽ വീഴുമ്പോൾ അവിടെ കല്ലുണ്ടാവും, അതുമ്പോൾ എവിടെയെങ്കിലും ചെറിച്ച് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ സ്ക്രീൻ പൊട്ടും. അതുപോലെ തന്നെയാണ് ടൈല് ഫ്ലാറ്റായ സബ്സ്റ്റൻസിലാണ് അവർ എപ്പോഴും ഇട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഏത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരിക്കലും പൊട്ടത്തില്ല. ഏത് ടൈലാലും പൊട്ടത്തില്ല. ഈ പേപ്പർ തന്നെ നമ്മൾ 4 പ്രാവശ്യം ചുരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത് വരും. ചുരുട്ടാണ്ടിരുന്നതിന് സ്ട്രെങ്ത് വരുമോ? സെയിം തന്നെയാണ്. അത് നിങ്ങളെ കണ്ട് നിങ്ങളെ പറ്റിക്കുവാണ് പുതിയ യൂട്യൂബേഴ്സ്. അവർക്ക് ടൈലിനെ കുറിച്ച് ഒന്നും അറിയില്ല. ടൈൽ എന്ന് പറയുന്ന സാധനം എന്താ? ടച്ച് ആൻഡ് ഫീൽ ആണ്. നിങ്ങൾ വന്ന് കണ്ട് അത് ഫീൽ ചെയ്ത് അതൊരു വിശ്വസ്തമായ സ്ഥാപനത്തിൽ നിന്ന്, ഒരു ലെജസി ഉള്ള സ്ഥാപനത്തിൽ കുറെ കാലം നല്ല ബ്രാൻഡുകൾ ചെയ്യുന്ന ഒരു കടയിൽ ചെന്നിട്ട് നിങ്ങൾ വാങ്ങുക. നേരിട്ട് വന്ന് കണ്ടറിയാനാണ് സാർ പറയുന്നത് അല്ലേ? അല്ല, യൂട്യൂബേഴ്സിനടക്ക് പറഞ്ഞു നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര ആക്റ്റീവാന്നൊക്കെ. യൂട്യൂബ് ചാനൽ ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനലിൽ എന്റെ പാഷൻ മാത്രം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ മെയിൻലി ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ പാഷനായിട്ട് ഞാൻ എന്റെ ജോലി സമയം കഴിഞ്ഞ് ഒഴിവുകളിൽ ചെയ്യുന്നതാണ് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പിയാനെല്ലാം സാറ് തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് പുറത്തുനിന്ന് വരുന്ന ഫ്രൂട്ട്സ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളല്ല. പലപ്പോഴും പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് ഹോബിയായിട്ട്, നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നില്ല, കൃഷിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. മെയിൻ പരിപാടിയല്ല, മെയിൻ പരിപാടി കമ്പനി തന്നെയാണ്. മെയിൻ പരിപാടി കമ്പനിയാണ്. അതിന്റെ ഇടയ്ക്ക് കൂടെ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനായിട്ട് നമ്മൾ ഈ പുറത്ത് ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്ലാന്റ്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാവും. പിന്നെ അതിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പൊ അങ്ങനെ റെപ്യൂട്ടഡ് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സ് കൃഷി ചെയ്യും. ഇപ്പൊ ഇവിടെ പിയാൻ്റെ തന്നെ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം എനിക്കൂടെ കൃഷിഭൂമിയിൽ വന്നായിരുന്നു, കൃഷി ശ്രീയിൽ വന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് തന്നെ. അപ്പൊ അങ്ങനെ അതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. അതിനായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇന്ന് ഇന്റർനാഷണൽ ജോബ് ഡേ ആണ്. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു തമാശ പറയാമോ? ലൈഫിൽ ഒരുപാട് തമാശ ഉണ്ടാവും, കാരണം ജീവിതം തമാശ കൂടി തന്നെ പോവുള്ളൂ. പക്ഷെ അതിനകത്ത് ഇപ്പൊ എന്റെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ഒരു തമാശ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾക്ക് 3 ഷോറൂംസ് ഉണ്ട്. ഒന്ന് നമുക്ക് എറണാകുളത്തുണ്ട്, നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്, കാലിക്കറ്റിലുണ്ട്. അപ്പൊ ഇതും 3 കമ്പനി ഡിസ്പ്ലേ സെന്റേഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ പിയാൻഡലിലും നമ്മൾ ഇന്നൊരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസീസ് ആണ്. കമ്പനി ഓൺ ഡിസ്പ്ലേ സെന്റേഴ്സ് ഈ 3 സ്ഥലത്തുണ്ട്. അവിടെ നമുക്ക് സെയിൽസ് ഇല്ല, നമുക്ക് കസ്റ്റമേഴ്സിന് വന്ന് നമുക്ക് കണ്ട് അവർക്ക് നമുക്ക് സാധനം വേണം ഇഷ്ടപ്പെട്ട് വാങ്ങാം.
അവിടെ കൂടുതൽ വരുന്നത് ഒരു നോർമൽ കസ്റ്റമേഴ്സ് വരില്ല, മേടിക്കാൻ തന്നെ വരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ടൈൽ. കാരണം അവിടെ സെയിൽസ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു കമ്പനിയും ചോയ്സും ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന മിക്കവരും ഫാമിലി കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 ഷോറൂം ഈ റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണ്. ഒരു കുട്ടി വന്നു, ആ ഒരു ഫാമിലി ആയിട്ട്, ഒരു ചെറിയ കുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസറ്റ് കണ്ടു. ആ ക്ലോസറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്ത് ചെയ്ത്, സാധാരണ ക്ലോസറ്റിലാണ് എല്ലാവരും ബാക്കി കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. ഇത് ആ കുട്ടി വന്ന് അത് നേരെ ഓപ്പൺ ആയിട്ട് ആ കാര്യം സാധിച്ചു. ആ കുട്ടിയിൽ നമ്മൾ തെറ്റു പറയില്ല, കാരണം ചെറിയൊരു കുട്ടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മളിത് കാണുന്നില്ലാരും. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്മെല്ല് വരുവാണ്, ഇത് എവിടെ നിന്നാന്ന്. സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മളവിടെ ചേച്ചിയുടെ കൊടുക്കുന്നത് എന്താ ഇവിടെ ഇത് സ്മെല്ല് വരുന്നത് എന്നാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കുട്ടി അവിടെ കാര്യം സാധിച്ചു വെച്ചേക്കുന്നത് കാണുന്നു. ആ CCTV കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ആ ഒരു അവസ്ഥ ഇപ്പൊ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ അവസ്ഥയുണ്ട്. ഇത് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അത് നോട്ടീസ് ചെയ്ത്, കാരണം ഇത് എപ്പോഴും ലിഡ് കവർ ചെയ്തായിരിക്കട്ടെ. ഇത് ലിഡ് എല്ലാ ദിവസവും തുറന്നു നോക്കില്ലല്ലോ നമ്മള്. അപ്പൊ ഇത് നമ്മൾ ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ സാധനം എടുത്ത് നേരെ പുറത്തേക്ക് കളയാൻ തന്നെ ആൾക്കാർക്ക് മടിയായിരിക്കും. അയ്യോ, ഭയങ്കര രസകരമായിട്ട് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ജോക്കായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സാർ. ഇതുപോലെ അല്ലെങ്കിലും ഇനിയും ഒരുപാട് തമാശകൾ ലൈഫിൽ സംഭവിക്കട്ടെ, ഹാപ്പി പറ്റട്ടെ. നമുക്ക് പാട്ടുകൾ കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM ഓപ്പൺ മൈക്ക് ആണ്. കൂടെയുള്ളത് ബിൻസിയാണ്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ RJ ബിൻസി ആണുള്ളത്. നമ്മളിങ്ങനെ PN സെറാമിക്സിൽ വന്ന് ഇന്ന് ഒരുപാട് ആളുകളെ കണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ജേർണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മജീദ് സാർ ആണ്. ഹലോ സാർ. ഹായ്. സിംബോളോടെ ഭയങ്കര വലിയ ആളാണ്, എമർജിംഗ് ആയിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി. സാർ ആണെങ്കിൽ 2-3 പേരുടെ കൂടെയാണ് വന്നത്. അവരൊക്കെ നമ്മളിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത് ആദ്യത്തെ? സിംബോളോ ആസ് എ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലക്ഷറി ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സും അതുപോലെ തന്നെയാണ്. കാര്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം സർഫേസസിലും അതുപോലെ ഫോമാറ്റ്സിലുമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സർഫേസസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക, ഡിഫറെന്റ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഭയങ്കര മനോഹരമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായും വളരെ നന്നായിട്ട് നടന്നു പോകും. സാർ, ഇപ്പൊ പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്ന ആളുകളോട്, കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? വീട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ചില ആളുകൾക്ക് നമ്മളുടെ ഈ പൊടി അടങ്ങിയാൽ മതി ടൈല് വെക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് കുറച്ചുകൂടി നല്ല ഈസ്തറ്റിക് വേർഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നുണ്ടാവുക. പക്ഷേ ആരായാൽ പോലും നമ്മളൊരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ബ്രാൻഡിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രാൻഡ് സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ് എന്നാണ്. അപ്പം ബ്രാൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നാളെ അതിൻ്റെ സർവീസ് കിട്ടും. ഇതുപോലുള്ള എന്ത് സംഭവങ്ങളുണ്ടായാലും നിങ്ങൾക്ക് ചോദിക്കാൻ ഒരാളുണ്ടാവും. അതൊക്കെ പ്രത്യേകിച്ചും വീട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സ്വപ്നമാണ് അല്ലേ. വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ ലൈഫ് ടൈമിൽ ഒന്നൊക്കെയാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും, പൂർത്തീകരണങ്ങളായിരിക്കും. അപ്പം അത് കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾസോ എനിക്കിതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ജോബ് ഡേ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കോമഡി ഇതായിരിക്കും, ഒരു തമാശ. അതെ, നമ്മുടെ ഇതൊരു കോമഡി ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ബ്ലാക്ക് കോമഡി അല്ലേ, അങ്ങനെ വേണേൽ പറയാം. കാര്യം നമ്മളെ എല്ലാ പ്രോഡക്റ്റിനും, നമ്മളൊരു പ്രോഡക്റ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ സ്ക്രാച്ച് ഫ്രീ ആണെന്ന് പറഞ്ഞ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ, സ്ക്രാച്ച് ഫ്രീ എന്ന് പറയുന്നത് നമ്മളത് യൂസ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസിലെ സ്ക്രാച്ച് ഫ്രീ ആണ്. അപ്പം നമ്മൾ വീട്ടിനകത്ത് യൂസ് ചെയ്യുന്നൊരു സാധനം അതിനകത്ത് സ്റ്റെയിൻ വീഴുന്നൊക്കെ പറഞ്ഞാൽ വീട്ടിനകത്തുണ്ടാകുന്ന സ്റ്റെയിൻസിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതാണ് അതിനർത്ഥം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇത് സ്ക്രാച്ച് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയും ആ കസ്റ്റമർ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്ത് സ്ക്രാച്ച് വീഴുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വിളിച്ചു. അപ്പം നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവരോട് ആദ്യം സംസാരിച്ചപ്പോൾ എന്തായാലും സ്ക്രാച്ച് ഉണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കുക കാരണം നമ്മളൊരു ടെക്നീഷ്യൻ അയച്ചു. അപ്പോൾ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പം സാർ ഇത് എങ്ങനെയാണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറയണേ, നിങ്ങൾ സ്ക്രാച്ച് പ്രൂഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ഉരച്ചു നോക്കിയാണ്. അപ്പോൾ പുറത്തുള്ള കല്ലിട്ട് ഉരയ്ക്കാനല്ല നമ്മൾ ഒരിക്കലും പറയുന്നത്. കാര്യം നമ്മളിപ്പോൾ വീടിനകത്ത് ഇപ്പം കത്തി കൊണ്ടുണ്ടാവുന്ന പോറലുകൾ അല്ലെങ്കിൽ കസേര വലിച്ചുണ്ടാവുന്ന പോറലുകൾ, അതൊക്കെ അതുപോലുള്ള സ്റ്റെയിൻസ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വില കൂടുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്തും ചെയ്യാമെന്നാണ്. നമ്മൾ ഒരിക്കലും ഐഷർ ലോറി വാങ്ങാൻ ഒരു 10-20 ലക്ഷം രൂപ കൊടുത്താൽ മതിയാവും. 20 ലക്ഷം രൂപയുടെ ലോറിയിൽ നമ്മൾ ബോളറുകൾ കയറ്റും, കല്ലൊക്കെ വലിയ കല്ലുകളൊക്കെ കയറ്റും. എന്ന് വെച്ചാൽ 1.5 കോടിയുടെ ബെൻസിൽ നമ്മൾ അതല്ലല്ലോ കയറ്റുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എല്ലാത്തിനും ഉണ്ടെന്ന് പറയാണ്.
ചോക്കാണോന്ന് അറിയില്ല. സാറിനോട് ഞാൻ ജോക്കാണ് ചോദിച്ചത്, പക്ഷെ സാറ് രസകരമായിട്ടൊരു രീതിയിൽ വലിയൊരു മെസ്സേജ് കൂടിയാണ് ഞങ്ങൾക്ക് പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ ഇതിനോട് ആഡ് ചെയ്യാനുണ്ട്. കാര്യം ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ഇപ്പം സിംബോളയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കമ്പനി എന്ന നിലയ്ക്ക് നമ്മൾ സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയ ഒരു ടീമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര നല്ല ടൈൽ എത്ര കമ്പനികൾ ഉണ്ടാക്കിയാലും അത് നന്നായി ലേ ചെയ്ത് നന്നായി എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ ലേ ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് അത് വാങ്ങിക്കുന്ന ആൾക്ക് കിട്ടും. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാ ബോക്സിന്റെ മുകളിൽ ഒരു QR കോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത ഒരു കസ്റ്റമർക്ക് ഇത് എങ്ങനെ ലേ ചെയ്യണമെന്നും വീഡിയോ സഹിതമുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ആരും ഉപയോഗിക്കാതെ പോകരുത്. തീർച്ചയായും. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാനുണ്ട്. കൂടാതെ RJ ബിൻസി ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ RJ ബിൻസി ഉണ്ട്. നമ്മളിങ്ങനെ P&N സെറാമിക്സിൽ വന്നിട്ട് ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഒരുപാട് ഇൻഫർമേഷൻസും ഒപ്പം ഇന്റർനാഷണൽ ജോക്ക് ഡേയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരുമ്പോൾ അടുത്തതായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ജോയ് പോൾ സാറാണ്. P&N സെറാമിക്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സാർ ഇങ്ങനെ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അല്ലേ സാർ? ആണ്, സന്തോഷിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സന്തോഷം. ഞങ്ങൾക്കും ഇവിടെയൊക്കെ വന്ന് കണ്ട് ഒരുപാട് പേരെ കണ്ടു. അവരുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അതിലപ്പുറം സന്തോഷമുണ്ട്. അപ്പൊ സാർ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് നായക സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്കുകളൊന്നും കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ്. അത്രയ്ക്ക് ഹാപ്പിയാണ്. അപ്പൊ സാർ, എന്താണ് ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് ഈ നമ്മുടെ വീടൊക്കെ വെക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മേടിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാം ഒരു അഡ്വൈസ്? ബ്രാൻഡഡ് ടൈലുകൾ മേടിക്കാന്നുള്ളതാണ്. ബ്രാൻഡഡ് ടൈലും മറ്റേ ടൈലുമായിട്ട് ചെറിയ വില വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബ്രാൻഡഡ് ടൈലാകുമ്പോഴത്തേക്ക് പക്ഷേ ക്വാളിറ്റി ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റ് ചെറിയൊരു പ്രൈസ് കുറവുണ്ട് നോൺ ബ്രാൻഡഡ് ആയിട്ട്. പക്ഷേ ലൈഫ് കൂടുതലുള്ളത് ബ്രാൻഡഡ് ടൈലിലാണ്. ഞങ്ങൾ ബ്രാൻഡഡ് ടൈലിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ, നോൺ ബ്രാൻഡഡ് ഒന്നും വിൽക്കുന്നില്ല. ഇതാണ് കാരണം. നോൺ ബ്രാൻഡഡ് വിറ്റ് കഴിഞ്ഞാൽ മാർജിൻ കൂടെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ നാലുമണിക്കാറ്റുണ്ട്, കുമാരനെല്ലൂരുണ്ട്. കുമാരനെല്ലൂരുണ്ട്. അത് നമുക്ക് അറിയാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാലുമണിക്കാറ്റ്. ഉണ്ട്. ഓക്കെ. അപ്പൊ സാർ, ഞാൻ ഇനി ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാം. ഒന്ന് ഓർത്ത് പറഞ്ഞാൽ മതി. ഇന്ന് ഇന്റർനാഷണൽ ജോക്ക് ഡേ ആണ്. ലൈഫിൽ സംഭവിച്ചിട്ടല്ല നല്ലൊരു തമാശ, ഒരുപാട് പൊട്ടിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞ ഏത് പറയാം? ഓക്കെ. അപ്പൊ സാർ എന്തായാലും പറഞ്ഞിട്ടുണ്ട് എന്റെ വൈഫ് പറയും, എന്റെ മോളിമ്മ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാറിന്റെ വൈഫ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ. മോളിമ പറയുന്ന പറഞ്ഞതാണ് ഏറ്റവും വലിയ തമാശ. അതിൽ കൂടുതൽ ഒരു തമാശ സംഭവിക്കാനില്ല. ഇല്ല സാർ, ഇതങ്ങ് അംഗീകരിച്ചോട്ടെ ഞങ്ങൾ. ഓക്കെ. മോളിമ്മ എന്ത് പറയുന്നു അതാണ് എനിക്ക് ഇഷ്ടം അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ട് ആളുകൾ വരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് P&N സെറാമിക്സ്. ഇനിയും ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളി പാട്ട് വെച്ച് തരാം രണ്ടുപേർക്കായി. ഓക്കെ, പാട്ടുകൾ കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM ഓപ്പൺ മൈക്ക് ആണ്. കൂടെയുള്ളത് ബിൻസിയാണ്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ RJ ബിൻസി ഉണ്ട്. നമ്മളിങ്ങനെ P&N സെറാമിക്സ് 4 മണിക്കാറ്റിൽ വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. ഒപ്പം പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ അടുത്തതായിട്ട് ഒരാളിങ്ങനെ പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലെ? അനുവാണ് ഞങ്ങളുടെ ജോയിൻ ചെയ്തത്. P&N സെറാമിക്സിന്റെ ഭാവി വാഗ്ദാനമാണ് അല്ലെ? അതെ. അപ്പൊ അനു, എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പുതിയതായിട്ട് നമ്മുടെ ഷോറൂമിന് ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഇങ്ങനൊരു ഇത് നമുക്ക് വടവാതൂരായിരുന്നു ഷോറൂം, അത് ഇങ്ങോട്ട് 4 മണിക്കാറ്റിന് അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. പണി ഇപ്പൊ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് സ്ഥലമൊക്കെ എവിടെയാ? നമ്മള് ശരിക്കും അതിരമ്പുഴയാണ്. അതെ. P&N സെറാമിക്സിലേക്ക് വന്നിട്ട് എങ്ങനെ തോന്നും? എനിക്ക് ആദ്യമേ ഒരു ഇതായിരുന്നു, ബിസിനസ് എങ്ങനെ ആവും എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ചാച്ചനും ഹസ്ബൻഡിന്റെയും കൂടെ ഒക്കെ കൂടി നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങി. അടിച്ചു പൊളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ആദ്യം ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ വീടുകളൊക്കെ പുതിയ ആളുകളൊക്കെ വെക്കുന്ന ഒരു സമയത്ത് ഏറ്റവും അധികം അവരിൽ കണ്ടുവരുന്ന ആ ഒരു മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രെൻഡിന്റെ അനുസരിച്ച് പോകുന്നു, ബ്രാൻഡ് നോക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രെൻഡും പോവുക, അതിനനുസരിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി ഇടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ട്രെൻഡിനൊപ്പം ബ്രാൻഡിന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതെ, അതാണ്. അപ്പൊ ഒറ്റ വാക്കിൽ ഉത്തരം പറയാണ്ട് കാര്യമായിട്ട് ഇനി പറയണം കേട്ടോ. ഞാൻ ചോദിക്കും. ഇന്ന് ഇന്റർനാഷണൽ ജോക്ക് ഡേ ആണ്.
നമ്മളെങ്ങനെ തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണോ? അത്യാവശ്യം. പക്ഷെ കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും. ഓക്കെ, അപ്പൊ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള നല്ലൊരു തമാശ ഉള്ള ഇൻസിഡന്റ് പറയാം. തമാശ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാം തമാശകളായിട്ടാണ് വരുന്നത്. നമ്മള് അതെ കോമഡിയായി മാറാറുണ്ട്. ലൈഫിൽ അങ്ങനെ തമാശ എനിക്ക് വെഡിങ്ങിന്റെ സമയത്ത് ഞാൻ ഹീലുള്ള ചെരുപ്പായിരുന്നു യൂസ് ചെയ്തോണ്ട് അത് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ആ ഹീല് ഇതായിട്ട് ഞാൻ വീഴാൻ പോയതാ. എനിക്കങ്ങ് എല്ലാവരുടെ മുന്നിലും അതൊരു ഇതായിട്ട് എനിക്കൊരു മമ്മിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയൂ. അറിയാം മോൻ പിടിക്കുമോന്നറിയാനായിട്ട് അഭിനയിച്ചതാണ് ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയത്. ഹസ്ബൻഡ് പരീക്ഷിച്ചു എങ്ങനെ വീണ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പിടിക്കുമോ, എന്നിട്ട് പിടിച്ചോ ആരെങ്കിലും? അത് മറക്കാനാകാത്ത നമ്മള് എല്ലാരും മുന്നിൽ നമ്മളൊരു ഇതായല്ലോ എന്നോർത്തപ്പോ അന്ന് അതെ മമ്മി കാര്യമായിട്ട് പറയുന്നുണ്ട്. മോൻ പിടിച്ചു, പിടിച്ചു, രക്ഷപ്പെടുത്തി. ഇനി എന്ത് വേണം? ഫസ്റ്റ് തന്നെ നമ്മളത് പരീക്ഷിച്ചു, പക്ഷെ നമ്മൾ വിജയിച്ചു. അതെ. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഹസ്ബൻഡിന്റെ പേര് കൂടെ ഒന്ന് പറയണം. രാജൻ പോൾ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. ഞങ്ങൾ ചേട്ടനോട് ചോദിക്കും ഇത് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് ഭാര്യ പറഞ്ഞു, സത്യമായിരുന്നു അത്? അതെ, ഇപ്പോഴും അത് ഓർത്ത് ഇപ്പം കല്യാണം കഴിഞ്ഞ് 17 വർഷമായി. ഇപ്പോഴും ഞാൻ അത് ആ സംഭവം ഓർത്ത് ഇപ്പോഴും ചിരിക്കാറുണ്ട്. അതെ. ഏതായാലും ഇനിയും ഇതുപോലെ വീണില്ലെങ്കിലും നല്ല നല്ല രസകരമായിട്ടുള്ള മെമ്മറീസ് ലൈഫിൽ ഉണ്ടാകട്ടെ. അപ്പൊ ഹസ്ബൻഡിനോട് ഞങ്ങൾ അന്വേഷണം പറയണം. ഞങ്ങൾ പാട്ട് വെച്ച് തരാം. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM-ൽ കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ RJ ബിൻസി ഉണ്ട്. നമ്മളിങ്ങനെ P&N സെറാമിക്സിൽ വന്ന് ഒരുപാട് ആളുകളെയൊക്കെ മീറ്റ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുമ്പോൾ അടുത്തതായിട്ട് ഞങ്ങളെ കുറച്ച് മുമ്പ് അനുചേച്ചി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആൾക്ക് വേണ്ടി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട്. എന്തേ ആളെ കൈയോടെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. രാജൻ സാർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ. ഞങ്ങൾ ഒരുപാട് കേട്ടു. അപ്പൊ ഇവിടെ ഭയങ്കര ബിസി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ പാട്ടിന് ശേഷം കണ്ടുമുട്ടുന്നത്. അപ്പൊ വൈഫ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ചോദിച്ചു തുടങ്ങാനുണ്ട്. ഭയങ്കര കോമഡി ആയിട്ട് ലൈഫില് വെഡിങ് ഡേ അന്ന് സംഭവിച്ച കാര്യം എന്താ? അത് ഹീലിട്ട് നടന്ന ഹീല് സ്ലിപ്പ് ചെയ്തതാണ്. സത്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല. സത്യമാണെന്ന് അംഗീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. P&N സെറാമിക്സിനെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞു, ഒരുപാട് ആളുകൾ പറഞ്ഞു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പുതിയ ഷോറൂമിന് ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ P&N സംബന്ധിച്ചോളം എപ്പോഴും പുതിയ ഷോറൂം തുടങ്ങിയതിന്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റ് ബെറ്റർ റേറ്റിൽ കസ്റ്റമർക്ക് കൊടുക്കുക. ഇപ്പം ഓൾ ഓവർ വേൾഡ് നോക്കിയാലും വേൾഡ്സ് 8th ലാർജസ്റ്റ് ബ്രാൻഡാണ് കജാരിയ. കജാരിയയുടെ എല്ലാ ഡിവിഷനും ഇന്ന് P&Nൽ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് എറ്റേണിറ്റി, അവരുടെ പ്രീമിയം സെഗ്മെന്റ് എറ്റേണിറ്റി, കജാരിയ വിട്രോ, പിന്നെ കജാരിയ ഗ്രസ്റ്റക്ക്. അതുപോലെ തന്നെ ജോൺസൺ ആയിക്കാളും ജോൺസൺ മോർ ദാൻ 63 years പാരമ്പര്യമുണ്ട് ഇന്ത്യയിൽ ടൈൽ ബിസിനസ്സിൽ. അവരുടെ എല്ലാ സെഗ്മെന്റും പോർസലാനോ, ജോൺസൺ, JBD ബാക്ക് ഫിറ്റിങ്സ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമർക്ക് എപ്പോഴും ഏറ്റവും നല്ല പ്രൊഡക്റ്റ് P&Nൽ കിട്ടും. അത് നമ്മുടെ ഒരു ഉറപ്പാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ വീട് വെക്കാൻ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കട്ടെ? കഠിനമല്ലാത്ത ക്വസ്റ്റ്യൻ ആണോ? അല്ലേ, ഞങ്ങൾ കഠിനമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാറില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ജോക്ക് ഡേ ആണ്. ലോകമെമ്പാടും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച ഒരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അതിപ്പോ എല്ലാ ദിവസവും നമുക്ക് ചിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അബദ്ധങ്ങളാകാം, അല്ലാതെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിരിക്കുന്നതും ഉണ്ടാകും. ഓരോരുത്തർ നമ്മൾ കാണുന്ന അങ്ങനെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊരു ഇൻസിഡന്റ് ഇല്ല. എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കിട്ടും. ഓക്കെ, അതിൽ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഒരു കുഞ്ഞി ഓർമ്മ മനസ്സിലേക്ക് ഓടിയത്? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ സത്യം പറഞ്ഞാൽ ഇതല്ലാതെ ഇത് തന്നെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വെഡിങ്ങിന് തന്നെയാണ് ഏറ്റവും വലിയ ഓർമ്മ അല്ലേ? അപ്പൊ ഏതായാലും ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകട്ടെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും നമ്മളെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്, രണ്ട് കുട്ടീസ്. അതെ, അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? തെരേസ, ക്ലെയർ. രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തെരേസ +1, ക്ലെയർ 6th. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ ഉണ്ടാകട്ടെ. ഞങ്ങൾ പാട്ട് വെച്ച് തരാം. ഓപ്പൺ മൈക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ RJ ബിൻസി ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Open mic. ഓപ്പൺ മൈക്ക് ആയിരുന്നു
ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ RJ ബിൻസി ആയിരുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് 4 മണിക്കാറ്റിലുള്ള P&N സെറാമിക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂലി ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ പുതിയ ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? നമ്മളിന്ന് ഒരുപാട് വലിയ ആൾക്കാരോട് സംസാരിച്ചു, ഒരുപാട് അറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഒപ്പം ഇന്ന് ഇന്റർനാഷണൽ ജോബ് ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള തമാശകളെ പറ്റി നമ്മൾ ചോദിച്ചു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ നമ്മുടെ ഓപ്പൺ മൈക്കിന്റെ സമയം ഇന്ന് അവസാനിക്കാറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് ഞാനും മെല്ലെ പോവുകയാണ്. ഇന്ന് ഇന്റർനാഷണൽ ജോബ് ഡേ മാത്രമല്ല, നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പൊ എല്ലാവരും ഈ ദിവസം ആഘോഷിക്കുക, ഒപ്പം ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ലൊക്കേഷനിൽ മറ്റൊരു ചോദ്യവുമായിട്ട് നാളെ നമുക്ക് കേട്ടുമുട്ടാം. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടാതെ RJ ബിൻസി ആയിരുന്നുണ്ടായിരുന്നത്. 89.6 FM സർഗക്ഷേത്ര